എനിക്ക് ഒരുപാട് രോഗങ്ങളുള്ള ഒരാളാണ്. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാതെ തെറാപ്പി കൊണ്ട് എല്ലാ ചികിത്സയ്ക്കും മേളിൽ അങ്ങ് ഒരു തെറാപ്പി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ക്യാൻസർ വന്നിട്ടുണ്ട്, ന്യൂറോപ്പതി ഉണ്ട്, എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല, ചെറിയ വിറയിലുണ്ട്, കൈകാലുകൾക്ക് അധികം ശേഷിയില്ല, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം ഞാനിപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ 6 മാസമായിട്ടൊരു തെറാപ്പി ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയ ചിരിയും ചെറിയ അവജ്ഞയും ചില പുച്ഛവും ചിലപ്പോൾ അത്ഭുതവും ചിലപ്പോൾ കൗതുകം തോന്നാം. മറ്റൊന്നുമല്ല, യൂറിൻ തെറാപ്പി, മൂത്രം കുടിക്കുക, ശിവാംബുപാനം. സാക്ഷാൽ പരമശിവൻ പോലും ഇത് ചെയ്തിരുന്ന ആളാണ്. ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജലാശയത്തിലെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കും. ഖുറാനിൽ പറയുന്നുണ്ട്. ഇത് പണ്ട് പോലെ ഉള്ള ഒരു സംഭവമാണ്. ഈ മൂത്രം കുടിക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരത്തിന് ആദ്യം ഉണ്ടാകുന്ന പ്രതിരോധ ശക്തിയാണ്. ഇത് സ്വന്തം മൂത്രമാണ്, അന്യൻ്റെ മൂത്രമല്ല. ഒരു തുള്ളി മൂത്രത്തിന് പോലും വില കൊടുക്കേണ്ട കാര്യമില്ല. പല ഗ്ലാമർ നടന്മാരും സൂപ്പർ നടന്മാരും ഉണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് രഹസ്യമായിട്ട്. ഇത് രഹസ്യമായിട്ട് കുടിക്കുന്നുണ്ട്, പക്ഷേ അവർ പുറത്തു പറയാൻ മടിക്കുന്നു. ഹായ്, നമസ്കാരം. ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ വരുന്നത് ഹോമിയോ, പ്രകൃതി ചികിത്സ, അലോപ്പതി, അങ്ങനെ പല രീതിയിലുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽനസ് ട്രീറ്റ്മെൻറ്റുകൾ പല രീതിയിലുള്ളതുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോഴല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിൽ 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ ഇടയായത്. അതായത് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കൊല്ലം തുളസി എന്ന നടൻ, അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആൾക്ക് ക്യാൻസർ ഇല്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം അദ്ദേഹം യൂറിൻ തെറാപ്പി ചെയ്യുന്നത് കൊണ്ടാണ്. സ്വന്തം മൂത്രം തന്നെ കുടിക്കുന്ന ഒരു അവസ്ഥ. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ മൂത്രം ഒഴിച്ചതിന് ശേഷം ആ മൂത്രം തന്നെ കുടിക്കുകയാണെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും ഭയങ്കര റിസൾട്ടാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നത് ഈ ട്രീറ്റ്മെൻറ്റോട് കൂടി, ഈ തെറാപ്പിയോട് കൂടി അദ്ദേഹത്തിന് പരിപൂർണമായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ വീഡിയോ സെർച്ച് ചെയ്ത സമയത്ത് കാണാൻ കഴിഞ്ഞത് എന്താണെങ്കിൽ, മോഹൻലാൽ, പ്രശസ്ത മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയൊരു കലാകാരനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സ്ഥിരമായിട്ട് മൂത്രം കുടിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നിയത്. എന്തായാലും മോഹൻലാൽ ഒരു അഭിനയിക്കാൻ വന്നിട്ട് നടിയോട് ആ കുട്ടിയുടെ മുഖത്ത് ധാരാളം മുഖക്കുരു ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്വന്തം മൂത്രം തന്നെ മുഖത്ത് തേക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എത്രമാത്രം സത്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാനും മുമ്പ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം നടത്തിയ സമയത്ത് 2-3 വീഡിയോ കാണാനിടയായി. ആ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അപ്പോൾ മോഹൻലാൽ തുറന്ന് പറയുന്നില്ല. അത് പറയാത്തത് അദ്ദേഹം പിന്നെ അങ്ങനെ ഒരു സന്ദർഭത്തെ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഞാനിതറിയാൻ തന്നെ കാരണം, അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിറയെ മുഖക്കുരു കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഈ മുഖത്ത് മുഴുവൻ തന്നെ ഈ മൂത്രം പുരട്ടിയാൽ മതി, നിന്റെ മൂത്രം പുരട്ടണം. ആദ്യം കുട്ടി ഞെട്ടിപ്പോയി. പിന്നീട് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോഹൻലാൽ പറഞ്ഞു, ഞാൻ മൂത്രം കുടിക്കാറുണ്ട്, എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. ഒരു പുസ്തകം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോൾ ഇവർ കുടിച്ചില്ലെങ്കിലും ഈ പെൺകുട്ടി മുഖത്ത് പുരട്ടുക മാത്രമാണ് ചെയ്തത്. അതിലൂടെ അവരുടെ മുഖം വളരെ, മുഖക്കുരുവൊക്കെ പൂർണ്ണമായിട്ട് മാറി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുഖമായിട്ട് മാറി. അപ്പോൾ ഈ കാര്യം ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞാണ്. വിളിച്ചു പറയാൻ കാരണം അവർക്കുള്ള ഒരു അസുഖം ഇതുകൊണ്ട് മാറുമോ എന്ന് ഇതിൽ നിന്ന് വിശ്വാസം വന്നതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞാണ്. പിന്നെ ഈ പുസ്തകം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത ഒരാൾ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞാണ് ഞാനാണ് പുസ്തകം കൊടുത്തതെന്നുള്ളത്. ആ പുസ്തകം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംവിധായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ഒരാളുണ്ടല്ലോ, ഒരു സംവിധായകൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഏതാ, മേജർ